ഇത്തവണത്തെ ക്രിസ്മസിനെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിലിരുന്ന ഗോതമ്പ് പൊടി എടുത്ത് ഒരു കാച്ചങ്ങ് കാച്ചി. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വർക്ക് കുറച്ചെങ്കിലും തീർന്നത്. ഇതൊക്കെ ചെറീസാണ്. പിന്നെ ആ കാണുന്നത് നമ്മുടെ ക്രിസ്മസ് സ്റ്റിക്കാണ്. അപ്പോൾ ഇതൊക്കെ സക്സസ് ആവുമോ എന്നെനിക്ക് ഒരു പിടുത്തവും ഇല്ല. കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ക്ലേ വാങ്ങാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തത്. പിന്നെ ഇതൊക്കെ ഞാൻ ബാക്കി വന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലാഖമാരാട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ഒരു കുറ്റവും പറയില്ല. കാരണം എനിക്കും തോന്നിയില്ല. ആ കുട്ടി മാലാഖയെ കണ്ടപ്പോൾ എനിക്ക് കിളിച്ചുണ്ട മാമ്പഴത്തിലെ വെള്ളാത്തിപ്പോക്കറിയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം കുറച്ച് ഫാബ്രിക് ഗ്ലിറ്ററിങ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെറീസിനൊക്കെ ഞാൻ അക്രൈൽ പെയിൻ്റാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ലപോലെ പുളിയിച്ചതിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാനിറ്റൈസറൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ചെറീസിൽ ഉപയോഗിച്ച സ്ട്രിങ് ഞാനിവിടെ ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ അത് ഞാൻ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് അത് സ്റ്റിക്കൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ എൻഡിൽ കുറച്ച് ഫംഗസ് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയിൽ പോളിഷ് വെച്ചിട്ടാണ് അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്തത്. നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ ഫംഗസ് വരില്ല. എന്തായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചെറീസ് എനിക്ക് കിട്ടി. ഇത് അടുക്കള ഭാഗത്തുനിന്ന് ഞാനൊരു ചീരവേരോട് പിഴുതെടുത്തതാണ്, അമ്മ കാണാതെ. അതിൻ്റെ കായ് വെച്ച് ഞാൻ കുറച്ച് ചെറീസും കൂടി ഉണ്ടാക്കി. അതിന് നല്ല നാച്ചുറൽ ലുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ചെറീസും ചെറിയ ചെറീസൊക്കെ കൂടെ പിരുത്തങ്ങ് വെച്ചു. കാരണം ഇതെല്ലാം ട്രീസിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ചീരയുടെ കമ്പ് ഉപയോഗിച്ച് ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കി, അതും അടിപൊളിയായി. അങ്ങനെ നമുക്കിനി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ഒരേ അളവിൽ വരുന്ന കുറച്ച് കോലെടുത്ത് ബക്കറ്റിൽ കെട്ടി വെച്ച് ട്രീസ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ കാശിക്കുട്ടിയാണെങ്കിൽ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മട്ടിൽ കണ്ടതൊക്കെ എടുത്ത് വായിലിടാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ല, കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വായി വെക്കും. അങ്ങനെ പിന്നെ ഇതിൻ്റെ സ്കെലറ്റൻ ഫോം ഏകദേശം തീർത്തതിന് ശേഷം ഗാർലൻഡ് വെച്ച് ചുറ്റാൻ തുടങ്ങി കേട്ടോ. ഈ ഗാർലൻഡ് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ്. പക്ഷേ തികയാത്തത് കാരണം കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബണ്ടിലായിട്ട് തന്നെ കിട്ടും. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും വീഡിയോ ഇടാൻ ലേറ്റായി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ. കാരണം ഇതൊക്കെ ചെയ്ത് തീർത്ത് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് ലേറ്റായിപ്പോയി. അടുത്ത വർഷത്തെ ക്രിസ്മസിന് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഐഡിയപരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഗാർലൻഡൊക്കെ ചുറ്റി വന്നു. ഫിനിഷിങ് ചെയ്തപ്പോൾ സത്യം പറയാലോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഗാർലൻഡ് ഞാൻ എടുത്തത് വൈറ്റും ഗ്രീനും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഗ്രീൻ കളറും എടുക്കാം കേട്ടോ. പ്യോർ വൈറ്റിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിൻ്റെ മേലെയുള്ള ആ ഒരു കണക്റ്റിംഗ് സ്റ്റാർ ഞാൻ ഓൺലൈൻ തന്നെ വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താഴെ കാണുന്ന ബെല്ല് ഞങ്ങൾ കാലാകാലമായിട്ട് ഉപയോഗിക്കുന്ന ബെല്ലാണ് കേട്ടോ. എല്ലാ ക്രിസ്മസിനും ഇത് ഞങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഞങ്ങളുടെ ഒരു എന്താ പറയുക കുടുംബ സ്വത്താണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ വർഷവും ഉപയോഗിക്കുന്ന അതേ ബെല്ല് തന്നെയാണ് ഇത്തവണയും ഞാൻ ആ സ്റ്റാറിൻ്റെ താഴെ തൂക്കിയിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറീസും അതുപോലെ തന്നെ എൻ്റെ മറ്റ് ഐറ്റംസൊക്കെ ഞാൻ തൂക്കി വെച്ചു. എൻഡിൽ ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഈ ഡെക്കറേഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു കോർണറിൽ കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും രാത്രി നല്ല ലേറ്റ് ആയിട്ടോ. എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ എൻ്റെ വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ക്രിസ്മസിന് മുന്നേ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരു തിരുകുടുംബത്തിൻ്റെ ഫോട്ടോ ആണ്. അതിൽ ഞാനൊരു ലൈറ്റ് ബാറ്ററി ലൈറ്റ് ഫിക്സ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എൻഡിൽ എല്ലാം കാണാനായിട്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ലൈറ്റെല്ലാം ഓൺ ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല, നല്ല കിട്ടു ലുക്കായിരുന്നു. ഞാൻ സീരിയസ്ലി പറയുകയാണ്. ശരിക്കും വീഡിയോയിൽ എനിക്ക് അതിൻ്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി മൊത്തം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരിട്ട് കാണാൻ നേരത്ത് ഈ പല കളേഴ്സ് ഓഫ് ലൈറ്റൊക്കെ കൂടെ എല്ലാ ഡെക്കറേഷനും കൂടെ കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞിട്ടില്ല, അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് അടുത്ത വർക്കുണ്ട്. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു, അടുത്ത വർക്കിലേക്ക് കടന്നു കേട്ടോ. ഇന്ന് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ വേറൊരു ക്രിസ്മസ് ട്രീയും കൂടെ ഉണ്ടാക്കണം. അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാൻ ഞാൻ നമ്മുടെ ഈ 4 മടക്കുന്ന ഏണിയാണ് ഉപയോഗിച്ചത്. അതിനകത്തേക്ക് കച്ചി വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഞാൻ മറ്റൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ എടുത്ത മുള. അത് മൊത്തം വാടിക്കരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ മറ്റൊരു മുള വെട്ടിയെടുത്തു കേട്ടോ. ഈ മുളയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച ചെറീസൊക്കെ നല്ല മെറൂണും റെഡൊക്കെ ആണല്ലോ. അങ്ങനെ ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുക്കുമ്പോൾ കാശിക്കുട്ടീൻ്റെ ആയമ്മയുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ആയമ്മ സജിനി ചേച്ചി. അങ്ങനെ അവൾ ഇവിടുന്ന് കുറച്ച് മുളയിലയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനിതൊരു വീട്ടിലിരുന്ന ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് കുത്തി വെച്ചു.
അതിന് അടിയിൽ വെക്കുന്ന ഒരു പാത്രമാണിത്. അതൊക്കെ കഴുകിയെടുത്തു. പിന്നെ ഈ ചട്ടിയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി, കാരണം അതൊക്കെ മഴ പെയ്ത് ആകെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് തുടച്ചെടുത്തു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇലകൾ മുഴുവൻ കളഞ്ഞ് ഒരു അസ്ഥിരൂപത്തിൻ്റെ പരുവത്തിലാക്കി മാറ്റിയെടുത്തു കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇലയൊക്കെ വാടി വീണ് ആകെ വൃത്തികേടാവും. അതിനുശേഷം ഉമ്മറത്ത് കൊണ്ടുപോയി വെച്ച് നമ്മുടെ ചെറീസൊക്കെ അതിനകത്തേക്ക് ഓരോന്നായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തു. സീരിയസ്ലി ഞാൻ പറയട്ടെ, ഇത് അടിപൊളിയാണ്. എനിക്ക് ഉള്ളിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ്. കാരണം ഡാർക്ക് ഗ്രീനിൽ ഈ ഒരു മെറൂൺ ആൻഡ് റെഡ് ചെറീസ് വന്നപ്പോൾ ഭയങ്കര നാച്ചുറൽ ലുക്കാണ് കിട്ടിയത്. അത് മാത്രമല്ല, ഇനി ഇതിൻ്റെ ലൈറ്റും ഡെക്കറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ഫീല് വരും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് വീഡിയോസിൽ അത് ശരിക്കും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഡാർക്ക് ഗ്രീനും റെഡും വരുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആൻഡ് ലുക്ക് എന്തായിരിക്കും എന്നുള്ളത്. അതിനുശേഷം ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഫിക്സ് ചെയ്തു, ലൈറ്റൊക്കെ പിടിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി അടിപൊളിയായിരുന്നു ഈ ലൈറ്റൊക്കെ വന്ന് സെറ്റ് ചെയ്ത് കാണുമ്പോൾ. ഇത് കൂടാതെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് മണി പ്ലാന്റ് ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്രീൻ കളർ സ്റ്റാർ വാങ്ങിച്ചു. കാരണം നമുക്ക് ഗ്രീൻ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണല്ലോ ഡെക്കറേഷന് ക്രിസ്മസിന് ഉപയോഗിക്കുന്നത്. കാരണം ആ കളേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ക്രിസ്മസ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നും. അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളിയായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണത്തെ ക്രിസ്മസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന്. കാരണം കൗശിക്കിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇത്തവണ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബർത്ത്ഡേ ഡെക്കറേഷൻസും കൂടെ ചെയ്ത് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ലേറ്റ് ആയാലും ഞാൻ സോറി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.